ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈദ് മുബാറക് ആശംസകൾ. ഇന്ന് സാരികാസ് ഫാമിലി കാണിക്കുന്നത് ഒരു കൊഞ്ച് ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഈസി റെസിപ്പി. ഇതിൽ ആവശ്യമായിട്ടുള്ള കിമ റൈസ് 2 കപ്പ് എടുത്ത് കുതിർത്ത് വെച്ചതാണ്. കുതിർത്ത് ഊറ്റിയതിന് ശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിലോട്ട് അരി മുങ്ങിക്കിടക്കത്ത വിധത്തിലേക്ക് വെള്ളം ഒഴിക്കണം. ശേഷം ഓൾ സ്പൈസസ് ആണ് ആഡ് ചെയ്യാനുള്ളത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരുംജീരകം, കുരുമുളക് ഉണങ്ങിയത്, 2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അധികം വേവില്ല റൈസിന്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കൊഞ്ച് വൃത്തിയാക്കി എടുക്കാം. ഞാൻ ഏകദേശം 1 കിലോ കൊഞ്ചാണ് ഇവിടെ എടുത്തേക്കുന്നത്. കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് മാഗ്നേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ശേഷം അത് നമുക്ക് കൊഞ്ചിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, കുരുമുളക് പൊടിയും, ഉപ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ഒരു സൈഡിലോട്ട് വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അടുപ്പിലൊരു സോസ് പാൻ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് സവാള ആഡ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ മസാല ഉണ്ടാക്കാം. മെയിൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. ശേഷം സവാള ഫ്രൈ ചെയ്ത സോസ് പാനിലോട്ട് കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പേസ്റ്റായിട്ട് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സവാള പയ്യെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് വഴറ്റി മാറ്റി അടച്ചു വയ്ക്കുകയാണ്. ശേഷം ഫ്രൈ ചെയ്യുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് വേവിക്കാൻ വെച്ച റൈസ് നോക്കാം. റൈസ് ഞാൻ 1 വിസിൽ അടിച്ചിട്ടുള്ളായിരുന്നു. റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു അയൺ പാനാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കുറവായിട്ട് തോന്നിയുകൊണ്ടാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി നിങ്ങൾ ചെയ്യുമ്പോൾ. ശേഷം കൊഞ്ചെല്ലാം പെരക്കി വയ്ക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന 1 കിലോ കൊഞ്ചാണ്. ഇപ്പോൾ ഏകദേശം കൊഞ്ചെല്ലാം ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന സവാളയാണ്. അതിലേക്ക് ഇനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒന്നുകൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
ഇതിലോട്ട് ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ചും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിനെ നമുക്കൊരു ബിരിയാണി പോട്ടിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അല്ലാത്ത വശം ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒന്ന് ഡ്രൈ ആയി തുടങ്ങി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷം ഇത് നല്ല ഗ്രേവി ഡ്രൈ ആയി പോവും. ഇപ്പം നമ്മളെ ഗ്രേവി ഞാനൊരു ബിരിയാണി പോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് ഇനി. ഗ്രേവി എല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ശകലം തൈര് ഒഴിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഗാർണിഷിന് ആവശ്യമായിട്ട് കുറച്ച് മല്ലിയില, പുതിനയില, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസുമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചു ഞാൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് റൈസെല്ലാം കൂടി ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്രേവി അടിയിലാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഏറ്റവും അടിയിൽ ഗ്രേവി മാത്രമേ ഉള്ളൂ. ഞാൻ റൈസ് ഇട്ടു, പിന്നെ ഗാർണിഷിങ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഇട്ടു, പിന്നെ വീണ്ടും റൈസ് ഇട്ടു. അതുപോലെ ഞാനെല്ലാം സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് അടച്ചു വയ്ക്കുന്നേ ഉള്ളൂ ചെറിയ ചൂടിൽ, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ബിരിയാണി റെഡിയായി കഴിഞ്ഞു.